മുനമ്പം പ്രദേശത്ത് യാതൊരു ആവശ്യവുമില്ലാതെ സൗഹാർദ്ദമായി മതങ്ങൾ താമസിക്കുന്ന ഒരു കേരളം, ഇവിടെ എന്തുമാത്രം മതങ്ങൾ ഒരേ ഗ്രാമത്തിലുണ്ട്. എല്ലാവരും സൗഹാർദ്ദമായി ജീവിക്കുകയാണ്. ആ സൗഹാർദ്ദമായി ജീവിക്കുന്ന മതങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കുന്നത് ഒരിക്കലും പൈശാചികമല്ലെന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല. അവർക്ക് പ്രത്യാശ ഉണ്ടാവണം, അവർക്ക് ജീവിക്കാനുള്ളതായ സ്വാതന്ത്ര്യം ഉണ്ടാകണം, ശാന്തത ഉണ്ടാകണം, സമാധാനം ഉണ്ടാകണം. അതുപോലെ തന്നെ അതിന് ഗവൺമെൻറ് മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നുവെങ്കിൽ അവർക്ക് പ്രത്യാശ നൽകുന്ന ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സന്ദേശം അവർക്കുണ്ടാകും. വനമേഖലകളെല്ലാം ഇന്ന് ആദിവാസികളുടെയും വനമേഖലകളുമെല്ലാം ഇന്ന് വന്യമൃഗങ്ങളുടെ തടവറയിലാണ്. വനംവകുപ്പിൻ്റെ മന്ത്രി ശ്രമിച്ചാൽ മാത്രമേ അവരെ ശാന്തതയിൽ, സമാധാനത്തിൽ, പ്രത്യാശയിൽ വളർത്തുവാൻ സാധിക്കൂ. അതിന് തയ്യാറാവണം. വിവിധങ്ങളായ വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ പറഞ്ഞ് മതങ്ങൾ തമ്മിൽ, സഭകൾ തമ്മിൽ എല്ലാം വൈരുദ്ധ്യവും വിരോധവും ആകുന്ന തടവറയിൽ കിടക്കുകയാണ്. അവിടെ നിന്ന് സമാധാനം ഉണ്ടാകണം.